നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദാസനാണ്, ജനങ്ങളുടെ ദാസനാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കൽ നിയമസഭയിൽ ചാടി എഴുന്നേറ്റടിച്ച ഡയലോഗാണിത്. ദാസനുമല്ല വിജയനുമല്ല, രാജാവാണ് ഞാൻ, രാജാവെന്ന് ദേ തെളിയിച്ചിരിക്കുന്നു. മുന്നിലിരിക്കുന്നതെല്ലാം അടിമകളും. സഖാവ് ദാസന്റെ CMA ഒരു ചോദ്യം. നിന്റെ വീട്ടിൽ പോയി ചോദിക്കടാ സംവാദം വൻ വൈറലായപ്പോൾ പണി കിട്ടിയത് CPM-ലെ വെളുപ്പിക്കൽ ടീമിനാണ്. ലക്ഷങ്ങൾ മുടക്കി വെളുപ്പിക്കുമ്പോൾ ഒരുമാതിരി മെനകെട്ട പണി കാണിക്കരുത് പിണറായി എന്ന് സൈബർ അടിമകൾ മൂങ്ങുകയാണ്. പിണറായി കാണിക്കുന്ന ഇമാതിരി പണിക്ക് നൈറ്റ് ഡ്യൂട്ടി എടുത്തും വെളുപ്പിക്കേണ്ടത് അന്തംകമ്മികളാണല്ലോ. ഇപ്പോൾ വെളുപ്പിക്കലിൻ്റെ അടങ്കൽ ഏറ്റെടുത്തിരിക്കുന്നത് AK ബാലൻ സഖാവാണ്. MV ഗോവിന്ദനും ബാലനും പിണറായിയെ കൊണ്ട് വശം കെട്ടു. എത്ര മെനയാകാൻ നോക്കിയാലും വിജയൻ സഖാവിൻ്റെ തനിക്കൊണം പുറത്തേക്ക് ചാടും. പിണറായി കളങ്കമില്ലാത്ത മനുഷ്യനാണെന്നാണ് AK ബാലൻ സഖാവിൻ്റെ ഒരൊറ്റ തള്ള്. G സുധാകരനെതിരായ ചെറ്റത്തരം വർത്തമാനത്തെയും വീട്ടിൽ പോയി ചോദിക്കട ഡയലോഗിനെയും മെഴുകി വെളുപ്പിക്കുകയായിരുന്നു ബാലൻ. മുഖ്യമന്ത്രി G സുധാകരനെ ഒരിക്കലും ചെറ്റ എന്ന് വിളിച്ചിട്ടില്ല, ചെറ്റത്തരം എന്നാണ് പറഞ്ഞത് എന്നായിരുന്നു ബാലന്റെ ന്യായീകരണം. ചെറ്റത്തരം എന്ന വാക്കിന് ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവിൽ അർത്ഥമായി പറയുന്നത് അല്പത്തം, ഹീനത എന്നിങ്ങനെയാണ്. അല്പത്തം നിറഞ്ഞ പെരുമാറ്റമായി പോയി G സുധാകരൻ്റേത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്നും ബാലൻ വിശദീകരിച്ചു. വഞ്ചന നിറഞ്ഞ സമീപനം G സുധാകരൻ കാണിച്ചപ്പോൾ ഉചിതമായ വാക്ക് മുഖ്യമന്ത്രി പ്രയോഗിച്ചു. സുധാകരൻ അധപ്പതിച്ചു പോയതിൽ വിഷമമുണ്ടെന്നും കോൺഗ്രസിൽ ചേർന്നതുകൊണ്ടാണ് G സുധാകരൻ ഉത്തമനായ കമ്മ്യൂണിസ്റ്റായി പ്രതിപക്ഷ നേതാവിന് തോന്നിയതെന്നും ബാലൻ പറഞ്ഞു. കോൺഗ്രസിന്റെ സഹായത്തോടെ സുധാകരന് വോട്ട് പിടിക്കാൻ എങ്ങനെ കഴിയുന്നുവെന്നും AK ബാലൻ ചോദിച്ചു. വേദിയിൽ വെച്ച് പിണറായി അങ്ങനെ പറഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ ഒരു നാടൻ ശൈലിയാണ്. അതാണ് വീട്ടിൽ പോയി ചോദിക്കടാ എന്ന് പറഞ്ഞതെന്നൊക്കെ ബാലൻ സഖാവ് കിടന്നും ഇരുന്നും നിന്നും ഒക്കെ അങ്ങ് മെഴുകുകയാണ്. സമ്മതിക്കണം, പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ വരെ വന്നു നിന്ന് പിണറായിയുടെ ഇമ്മാതിരി ഊച്ചാളിത്തരങ്ങൾക്ക് ന്യായീകരണ ക്യാപ്സൂൾ ഇറക്കുകയാണ്. രാജാവിനെന്ത് ക്യൂ എന്ന് ജഗതി ഒരു സിനിമയിൽ അടിച്ച ഡയലോഗ് പോലെ രാജാവിനോട് എന്ത് ചോദ്യം? രാജാവ് പറയും, അടിയാന്മാർ കേട്ടോണം. ആ ലൈനാണ് പിണറായിക്ക്. ഇത് നേരം വെളുക്കാഞ്ഞിട്ടാണോ അതോ ഏകാധിപത്യം, ആ ഒരു ഭ്രമം പിണറായിക്ക് തലയ്ക്ക് പിടിച്ചു പോയത് കൊണ്ടാണോ? ഏത് വേദിയിൽ കയറി നിന്നാലും ഞാൻ രാജാവ് എന്നൊരു തോന്നലാണ്. എഴുതി തയ്യാറാക്കിയ ഉത്തരമില്ലാതെ പണ്ടേ ചോദ്യത്തിന് മുൻപിൽ ഇരുന്നിട്ടില്ലാത്ത പിണറായിയോടാണ് ദാസൻ ഓർക്കാപ്പുറത്തൊരു ചോദ്യമെറിയാൻ ഇറങ്ങിയത്. ദാസന്മാർക്കെല്ലാം ഇത് തന്നെ കിട്ടണം. സഖാവിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താനാണെന്ന് കരുതിയിട്ടുണ്ടാകും എന്ന് ദാസൻ സ്വയം ആശ്വസിക്കുന്നത് കാണുമ്പോഴാണ് പിണറായി വിജയനോടും അദ്ദേഹത്തിന്റെ ശാരീരിക മാനസിക നിലകളോടും പാർട്ടിക്കാർ എത്രമേൽ പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം പിണറായി എന്ത് ചെയ്താലും അതിപ്പോൾ മുഖത്ത് നോക്കി ഈ പറയുന്ന അന്തംകമ്മികളിൽ ഒരുത്തൻ്റെ തന്തയ്ക്ക് വിളിച്ചാലും അവർ അത് സഖാവിൻ്റെ അപ്പോഴത്തെ ഒരു മനോനില, അല്ലെങ്കിൽ സഖാവിൻ്റെ ഒരു ചെറിയ തമാശ, അതുമല്ലെങ്കിൽ സഖാവിൻ്റെ നാടൻ ശൈലി എന്ന് ഈ അന്തംകമ്മികൾ സ്വയം അങ്ങ് ആശ്വസിക്കും. അതാണ് ഇവരുടെ ഒരു അവസ്ഥ. ശരിക്കും പിണറായിയുടെ മനോനിലയ്ക്കാണോ അതോ ഈ അന്തംകമ്മികളുടെ മനോനിലയ്ക്കാണോ പ്രശ്നം എന്നത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ടൈമർ വെച്ച് വാർത്താ സമ്മേളനം നടത്തുന്ന ആളാണ് പിണറായി വിജയൻ. ഇഷ്ടമല്ലാത്ത എല്ലാ ചോദ്യങ്ങളോടും കോന്നി മോഡലാണ് മറുപടി. അതായത് വീട്ടിൽ പോയി ചോദിക്കടാ. പാർട്ടി പത്രക്കാരൻ്റെ പവന്മാർക്ക് ചോദ്യം വരും, അപ്പോൾ നീട്ടി വലിച്ച് പരത്തി ഉത്തരം വിളമ്പും. അതായത് അപ്പോഴത്തേക്ക് സഖാവിനങ്ങ് ഊർജം കൂടും. അതായത് നമ്മുടെ പാർട്ടിയാണല്ലോ, നമ്മുടെ പത്രമാണല്ലോ ചോദ്യം ചോദിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ ചാനലാണല്ലോ ചോദ്യം ചോദിച്ചത്, അതുകൊണ്ട് എന്നെ അധികം ബുദ്ധിമുട്ടിക്കില്ല, എനിക്ക് ഈസി ആയിട്ട് ഉത്തരം പറയാൻ കഴിയുന്ന ചോദ്യങ്ങളെ അവർ ചോദിക്കൂ എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ്. അതിനിടയിൽ മറ്റു ചോദ്യങ്ങൾ എങ്ങാനും ഉയർന്നു കഴിഞ്ഞാൽ, മറ്റു മാധ്യമങ്ങൾ എങ്ങാനും എന്തെങ്കിലും ഒരു ചോദ്യം, അതായത് ഇഷ്ടക്കേടായിട്ട് തോന്നുന്ന ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി കലിപ്പാകും. അപ്പോഴത്തേക്ക് മുഖം അങ്ങ് വലിഞ്ഞു കയറും. പിന്നെ ഒരു ക്ഷമയുമില്ല, കടക്ക് പുറത്ത് അതായിരിക്കും ലൈൻ, അല്ലെങ്കിൽ എനക്കറിയാൻ പാടില്ല, അതും അല്ലെങ്കിൽ മൈക്ക് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞു, വാർത്താ സമ്മേളനം കഴിഞ്ഞു, ഇറങ്ങി പൊക്കോളൂ എന്ന് ഒരൊറ്റ ആട്ടാണ്. ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങൾ വന്നാൽ ഇനി ചോദ്യത്തിന് സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തമ്പ്രാൻ എഴുന്നേറ്റൊരൊറ്റ പോക്കാണ്. ഇതായിരുന്നു കഴിഞ്ഞ 10 വർഷവും കണ്ട പിണറായി വിജയൻ. അല്ലെങ്കിൽ പിന്നെ തള്ളാൻ സാധ്യതയുള്ള ചോദ്യമാകണം, അതാകുമ്പോൾ ഉശിരു കൂടും. ബ്രണ്ണൻ കോളേജ്, വടിവാള്, അതിനിടയിലൂടെ നടന്ന കഥ, ഇതൊക്കെ
പറയും, പിന്നെ ഒരു പ്രത്യേക ആക്ഷൻ, അങ്ങനെ സ്വയം പൊങ്ങി സ്വയം പൊക്കുന്നതെല്ലാം തന്നെ പിണറായി അങ്ങ് പറയും. അങ്ങനെ ഡയലോഗ് അടിക്കാൻ കേമനാണ് മുഖ്യമന്ത്രി. അതുപോലെയാണോ പൊതുപരിപാടിക്കിടയിൽ ഉയരുന്ന ചോദ്യങ്ങൾ? പൊതുപരിപാടിക്കിടയിൽ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല, കാരണം ഞാൻ കത്തിക്കയറി വരികയാണ്. അതിനിടയിൽ എൻ്റെ ആ ഒരു ഡയലോഗിന് ഖണ്ഡിക്കുന്ന പോലെ, അല്ലെങ്കിൽ ആ ഡയലോഗിൻ്റെ ആ ഒരു ഫ്ലോ അങ്ങ് കളയുന്നത് പോലെ ഏതെങ്കിലും ഒരുത്തൻ ചോദ്യം ചോദിച്ചാൽ എനിക്ക് സഹിക്കുമോ? അതിനിപ്പോൾ സ്വന്തം പാർട്ടിക്കാരനായാലും നിൻ്റെ വീട്ടിൽ പോയി ചോദിക്കടാ. അതാണ് പിണറായി ലൈൻ. തെരഞ്ഞെടുപ്പ് വേദികളിലും പൊതുയോഗങ്ങളിലുമൊക്കെ പിണറായിക്കും കൂട്ടർക്കും ചോദ്യോത്തരങ്ങൾ പറയാനുള്ളതല്ല, എതിരാളികളെ പുലഭ്യം പറയാനുള്ളതാണ്. പിണറായി പറയുന്ന നാടൻ പുലഭ്യത്തിനെല്ലാം നിഘണ്ടു നോക്കി അർത്ഥം കണ്ടുപിടിച്ച് ന്യായീകരിക്കാൻ ബാലജയരാജന്മാർ എപ്പോഴും തയ്യാറാണ്. അവർ ഇടവും വലവും ഉണ്ടാകും പിണറായിയുടെ നിഘണ്ടു എന്താണെന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ. പരനാറിയും നികൃഷ്ടജീവിയും മുതൽ ഒടുവിലത്തെ ചെറ്റപ്രയോഗം വരെ മാർക്സിസ്റ്റ് മലയാള സാഹിത്യത്തിലെ മഹോന്നതമായ ശൈലികളാണത്രേ. കാരണം പിണറായി തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഇത് ഞാൻ എത്രയോ കാലങ്ങളായി പറഞ്ഞുകൊണ്ട് നടക്കുന്ന വാക്കാണെന്ന്. ഞാൻ ചെറ്റത്തരം എന്നാണ് പറഞ്ഞത്. ആ ചെറ്റത്തരം എന്ന വാക്ക് ഒരു അശ്ലീലമാണോ? അതൊരു അൺപാർലമെന്ററി വാക്കാണോ? എത്രയോ കാലമായി ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇതൊക്കെയാണ് ശൈലിയെന്ന്. 5.5 പതിറ്റാണ്ട് തോളത്ത് കൈയിട്ട് നടന്ന ഒരു സഖാവിനെയാണ് പിണറായി അയാൾ ചെറ്റത്തരം കാണിച്ചു എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ വിളിച്ചിട്ടില്ല, ചെറ്റത്തരം എന്ന് പറഞ്ഞതേ ഉള്ളൂ എന്നാണ് വിജയൻ നൽകുന്ന വിശദീകരണം. ഇമാതിരി വിളിയൊക്കെ വിളിച്ചല്ലാതെ കേട്ട് ശീലമില്ലാത്ത സുധാകരൻ ഇപ്പോൾ മറുവിളിക്ക് തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. എം മണി മുതൽ സുധാകരനും സജി ചെറിയാനും വരെ ചൊറിയുന്ന വർത്തമാനമല്ലാതെ ഇന്നേ വരെ നല്ലതൊന്നും മറ്റുള്ളവരെ പറഞ്ഞതായി ചരിത്രമുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടില്ല. കുന്തവും കൊടച്ചക്രവും മറ്റേ പണിയും കോണകമിട്ട പൂജാരിമാരുമൊക്കെ സുധാകരാദി മാർക്സിസ്റ്റുകളിൽ നിന്ന് കേട്ട് കേരളത്തിൻ്റെ ചെവി അടിച്ചുപോയതാണ്. ആ സുധാകരനെയാണ് പിണറായി ചെറ്റ എന്ന് വിളിച്ചത്. ഇനി എന്തെല്ലാം വിളിക്കാനിരിക്കുന്നു, എന്തെല്ലാം കേൾക്കാനും ഇരിക്കുന്നു. കുളിപ്പിച്ച് പൗഡറിട്ട് പൂട്ടിയിട്ട് മിനുക്കി നിർബന്ധിപ്പിച്ച് ചിരിപ്പിച്ച് PR സഖാക്കന്മാർ പിണറായിയെ ഒരിടത്ത് കൊണ്ട് നിർത്തും. എന്നിട്ട് പറയും അശ്ലീല വാക്കുകൾ വായിൽ നിന്ന് വരരുതെന്ന്. പക്ഷെ എന്ത് ചെയ്യാനാണ്? എത്ര പുട്ടിയിട്ടാലും ഉള്ളിലുള്ളത് പുറത്തേക്ക് വരുമല്ലോ. ഒരുക്കി ഇറക്കുന്നത് വെറുതെയാകും. പിണറായി തനി നിറം കാണിക്കും. ഇതോടുകൂടി വലയുന്നത് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും ബാലനും ജയരാജനും ഒക്കെയാണ്. ഇവരൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ ന്യായീകരണ ക്യാപ്സൂൾ ഇറക്കുന്ന ആൾക്കാർ. സൗമ്യനും മര്യാദക്കാരനും ഒക്കെയാണ് മുഖ്യമന്ത്രി എന്ന് ഒരു വ്യാഖ്യാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആയിരുന്നല്ലോ മോഹൻലാലിനെ വരെ രംഗത്തിറക്കി ഈ കണ്ട 11 ലക്ഷം പൊടിച്ച് ഒരു ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയത്. എന്നിട്ട് എന്തെങ്കിലും മെനയുണ്ടായോ? വെള്ളത്തിൽ വരച്ച വര പോലെ ആ 11 ലക്ഷം ദേ കിടക്കുന്നു. എന്തൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത, അതായത് 10 വർഷമായി നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു പിണറായിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓടി നടന്ന് അഭിമുഖം കൊടുപ്പാണ്. മോഹൻലാലുമായിട്ട് ഇൻ്റർവ്യൂ, അത് കഴിഞ്ഞ് സുജിത് ഭക്തൻ്റെ ചാറ്റ് വിത്ത് ഭക്തൻ എന്ന് പറയുന്ന പോഡ്കാസ്റ്റിൽ പോയിരുന്ന് തമാശ പറയുക, ചിരിക്കുക. പിന്നീട് കിട്ടുന്ന വേദികളിലൊക്കെ അല്ലെങ്കിൽ അഭിമുഖങ്ങളിലൊക്കെ പുരാണം വായിക്കുന്നു, പാട്ട് പാടുന്നു, സിനിമ കാണുന്നു, മൈക്ക് കേടായാൽ പോലും മര്യാദക്കാരനായി നിൽക്കുന്നു, അവതാരകരോട് കോപിക്കാതിരിക്കുന്നു, ചിരിക്കുന്നു. ഇങ്ങനെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത പിണറായിയൊക്കെ ഇപ്പോൾ പിണറായി കാണിച്ചു തരികയാണ്. എൻ്റെ ഉള്ളിൽ ഇങ്ങനെയും ഒക്കെ ഉണ്ട്. മാധ്യമങ്ങൾ എൻ്റെ സൗകര്യത്തിനനുസരിച്ച് നിന്നാൽ ഞാനും ഇങ്ങനെയൊക്കെ നിൽക്കും എന്നാണ് പിണറായി കാണിച്ചു തരുന്നത്. പക്ഷേ എത്ര PR അങ്ങോട്ട് നടത്തിയാലും മെനകെട്ട പണി പിണറായി കാണിക്കുന്നു എന്നാണ് സഖാക്കന്മാർ ഇപ്പോൾ വേവലാതിപ്പെടുന്നത്. അവരുടെ മോങ്ങൽ അതാണ്, ഇനിയും ഞങ്ങൾക്ക് വെളുപ്പിക്കാൻ വയ്യ എന്ന്. ചിലപ്പോഴൊക്കെ പറയും ഞാൻ ദാസനാണെന്ന്, പിന്നെ പറയും വിജയനാണ്, അതും കഴിഞ്ഞ് പറയും പിണറായിയാണ്. അല്ല, കാണിച്ചു തരുന്നത് രാജാവിൻ്റെ സ്വഭാവവും. അതായത് കൂട്ടത്തിലുള്ളവരെ പോലും മാറ്റി നിർത്തുന്ന, അവരെ പോലും ഭ്രഷ്ട് കൽപ്പിച്ച് തീണ്ടാപ്പാട് അകലേക്ക് മാറ്റി നിർത്തുന്ന ഒരു പിണറായിയെയും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ പറയുന്ന ഒരാൾ ചോദ്യം ചോദിക്കുമ്പോൾ നിന്റെ വീട്ടിൽ പോയി ചോദിക്കടാ. അതുപോലെ തന്നെ അമ്പൂരിയിൽ, തിരുവനന്തപുരത്തെ അമ്പൂരിയിൽ ഒരു വനിതാ നേതാവിനെ, സഖാവിനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ അങ്ങോട്ട് മാറി നിൽക്കെന്ന് പറയുക. ഇത്തരത്തിൽ പിണറായി ഈ പറയുന്ന മനുഷ്യന്മാരോട് പുച്ഛം കാണിക്കുന്ന ഒരു പിണറായിയെയും നമ്മൾ കണ്ടു. സാധാരണ നമ്മൾ CPMകാരെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരുന്നത് എന്താണ്? ജനങ്ങളുമായി ഇടപഴകി നിൽക്കുന്ന, ജനങ്ങളുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന, അവരോട് പുഞ്ചിരിക്കുന്ന, അവരോട് കാര്യങ്ങൾ പറയുന്ന, അവരോട് ചേർന്ന് നിൽക്കുന്ന, അവരുടെ വിഷമങ്ങൾ കേൾക്കുന്ന ഒരു നേതാവ്.
VS വരെ നമ്മൾ അങ്ങനെയാണ് കണ്ട് വന്നത്. പക്ഷേ പിണറായിയുടെ കാര്യത്തിൽ ഇതെല്ലാം മാറി മറിയുകയാണ്. മുഖ്യമന്ത്രിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും പാർട്ടി സെക്രട്ടറി ആണ് എന്നുള്ള വിചാരമാണെന്ന് തോന്നുന്നു മുഖ്യമന്ത്രിക്ക്. എന്തായാലും നിങ്ങൾ എന്നെ എത്ര പൂട്ടിയിട്ട് ഇറക്കിയിട്ടും കാര്യമില്ല, ഞാൻ ഇങ്ങനെയേ കാണിക്കൂ എന്നുള്ള ഒരു ധാർഷ്ട്യമാണ് പിണറായിക്ക്. നീലക്കുറുക്കൻ കൂവി തുടങ്ങിയിട്ടുണ്ട്. കാസർഗോഡ് വരെ കൂവി എത്തുമ്പോഴത്തേക്ക് CPM-ന്റെ ആപ്പീസ് പൂട്ടാതിരുന്നാൽ ഭാഗ്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.